ഇടയനായ ദൈവം, ഗോഡ് മൈ ഷെപ്പേർഡ്. ഇടയനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ സങ്കീർത്തനം 23 പറയുന്നുണ്ട്, എസെക്കിയേലിൽ പറയുന്നുണ്ട്, 34 പലയിടത്തും ഇടയനെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ 10:10 പറയുന്നുണ്ട്. നല്ലൊരു ഇടയൻ നമുക്കുണ്ടെങ്കിൽ ആടുകളുടെ ജീവിതം ഒത്തിരി അനുഗ്രഹമാണ്. അപ്പോൾ ഇടയനായിട്ട് ദാവീദ് 23 എഴുതിയിരിക്കുന്നതിനെക്കുറിച്ച് വായിക്കുമ്പോൾ ദാവീദ് രാജാവിൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ശത്രുക്കളെ മുഴുവനും മാറ്റി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പം ദാവീദ് ആഗ്രഹിക്കുകയാണ്, എനിക്ക് ദൈവത്തിന് വേണ്ടി താമസിക്കാൻ ഒരാലയം പണിയണം. അങ്ങനെ ആലയം പണിയണമെന്ന് ആഗ്രഹിച്ച് സാധനങ്ങളെല്ലാം കൂട്ടി വയ്ക്കുമ്പം ദൈവം തമ്പുരാൻ വന്നു പറഞ്ഞില്ല, നീ അല്ല ആലയം പണിയുന്നത്, നിൻ്റെ മകൻ ശലോമോൻ തന്നെ ആയിരിക്കും നിൻ്റെ ആലയം പണിയുന്നത്. അപ്പം ഇടയനായ ദൈവത്തെ നേരിട്ട് ആടുകളെ നോക്കിയിരുന്ന സമയത്ത് രാജാവല്ല, നേരം ദാവീദ് രാജാവല്ലാതെ ഒരു സാധാരണ ആട്ടിടയനായിട്ടിരുന്നപ്പോൾ ആടുകളെ നോക്കി പരിചയപ്പെട്ടിട്ട് അതിൽ നിന്നും ദൈവത്തിൻ്റെ സത്യസന്ധത എന്തെന്ന് മനസ്സിലാക്കിയിട്ട് എഴുതിയ സങ്കീർത്തനമാണ് സങ്കീർത്തനം 23. അപ്പം നമ്മൾ ഏത് പരീക്ഷണങ്ങളിൽ കൂടെ അല്ലെങ്കിൽ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നോ അവിടെ നമുക്കൊരു സങ്കീർത്തനം ഉയർന്നു വരും. അതാണല്ലോ ജീവിതം. നമ്മുടെ വല്ലവൻ്റെയും കാര്യം പറഞ്ഞിട്ട് എന്ത് ഗുണം? എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇടയനാകുന്ന ദൈവത്തെ ഞാൻ എങ്ങനെ കാണും? ആ ഒരു മർമ്മത്തിൽ വേണം നമ്മൾ ഈ സങ്കീർത്തനം 23 വായിക്കാനൊക്കെ. അപ്പം ഞാൻ ഈ സങ്കീർത്തനം 23 പല കാര്യങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിനകത്ത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ പല കാര്യങ്ങൾ അറിയാവുന്നതാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം വീണ്ടും വീണ്ടും അതിന്മേൽ അനുഗ്രഹം വന്നുകൊണ്ടാണ് ഞാനിത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനം 23 ഈ 2 സാമുവേൽ 7:8-12 വരെയുള്ളിടത്താണ് ദൈവം തമ്പുരാൻ ദാവീദിനെ സന്ദർശിച്ചിട്ട് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെയാണ് ദൈവം പറയുന്നത്, നീ അല്ല ആലയം പണിയുന്നത്, നിൻ്റെ മകൻ എന്നേക്കുമായിട്ട് ശലോമോൻ ഒരാലയം അങ്ങനെ പണിയുക തന്നെ ചെയ്യുകയും ചെയ്തു. നമുക്കറിയാം. അപ്പോൾ ഈ സങ്കീർത്തനം 23 ഇടയനായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. ഇടയൻ ആടിന് വേണ്ടതെല്ലാം ചെയ്യും. ആടുകളെ നോക്കും, അവർക്ക് വേടക്കേണ്ട സ്ഥലം കണ്ടുപിടിക്കും, അവരെവിടെ പോകണമെന്ന് നേരത്തെ കണ്ടുപിടിക്കും, അതുപോലെ നല്ലവണ്ണം അതിന് ഷെയ്ഡുള്ള സ്ഥലത്ത് കൊണ്ട് കിടത്തും, അതുപോലെ തന്നെ ആശ്വസിപ്പിക്കും, വേണ്ടതെല്ലാം കൊടുത്ത് വിരുന്നൊരുക്കും. ഇതെല്ലാം ഒരു ഇടയൻ്റെ ജോലിയാണ്. അപ്പം ദൈവവചനമാകുന്ന പച്ചപ്പുല്ല് നമ്മൾ ദിനം പ്രതി ഭക്ഷിക്കണമെങ്കിൽ ഞാൻ റാംഗോയിൽ, സൗദി റാംഗോയിലായിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നു, എനിക്ക് നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർക്ക് നല്ലോണം പടം വരയ്ക്കാൻ അറിയാം. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അവരൊരു ചെറിയ പടം വരച്ചിട്ട് 2 ആടുകളെ വരച്ചു വെച്ചിട്ടുണ്ട്, ചെറിയ ആടുകൾ. ആ ആടിൻ്റെ അടിയിൽ ഇവർ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഈ ആടിൻ്റെ പുറകെ നന്മയും കരുണയും എല്ലാം ഇങ്ങനെ വരുന്നതായിട്ട്. അപ്പം അവൻ്റെ കൂടെ ഒരു വടം വരച്ചിരിക്കുന്ന യേശുക്രിസ്തു നടക്കുകയാണ്. യേശുക്രിസ്തു കൈ പുറകോട്ട് കെട്ടിവെച്ച്, യേശു എപ്പോഴും ഇടയൻ മുമ്പിലാണല്ലോ നടക്കുന്നത്. അപ്പോൾ യേശു നടക്കുന്ന ഉടനെ യേശുവിൻ്റെ കയ്യിൽ ചെറിയ ഇളം പുല്ലുകളുണ്ട്. ഇളം പുല്ലെന്ന് പറഞ്ഞാൽ ഇപ്പം പറിച്ചെടുത്ത ഇളം പുല്ല്, അന്നെന്നുള്ള പുല്ലില്ലേ, അതിന് നല്ല പ്രത്യേക രുചിയാണ്. അപ്പോൾ ഈ ചെറിയ ആടുകളെല്ലാം ഈ ഇളം പുല്ല് തിന്നുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. അങ്ങനെ തന്നെ നമ്മളൊന്ന് കണ്ടേ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളെ, കൊച്ചുമക്കളെ ഈ ഇടയൻ ഇളം പുല്ല് കൊടുത്തിട്ട് ഇടയൻ ആടുകളെ മേയിച്ച് ആലയിലെത്തിക്കും, അല്ലെ വീട്ടിലെത്തിക്കുന്ന കരുതുന്ന ഒരു ദൈവം. ഈ കരുതുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം നമ്മൾ എങ്ങനെ ഈ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? ഇത് പറയുമ്പം നമ്മൾ ഈ പറയുന്ന സന്ദർഭത്തിൽ അവൻ്റെ കരുതൽ നമ്മുടെ മേൽ വന്ന് വീഴുകയാണ്. എന്ത് നീ പറയുന്നു അത് സംഭവിക്കുകയാണ്. ഞാൻ ഈ ദൈവം കരുതുന്നു എന്ന് പറയുമ്പം ഈ കരുതുന്ന കരുതൽ നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും വന്ന് വീഴുമ്പോൾ അതേപോലെ ഒരു വാശി എൻ്റെ മേലും എൻ്റെ മക്കളുടെ മേലും തലമുറകളുടെ മേൽ വീഴുകയാണ്. അപ്പം വചനം പറയുന്നതിന് ശക്തിയുണ്ട്. എപ്പോഴും കേൾക്കുന്ന സങ്കീർത്തനം എനിക്ക് 23 കാണാതെ അറിയാം. എല്ലാവരും പറയും അത്. പള്ളികളിൽ പല പള്ളികളിലും പോയിട്ട് ചില പള്ളികളിലൊക്കെ ചെല്ലുന്നുണ്ട്. എല്ലാം കുർബാന കഴിഞ്ഞിട്ട് 23 എല്ലാവരെ കൊണ്ടും ചൊല്ലിപ്പിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണാതെ പറയും. പക്ഷെ ജീവിതം ഇടയനുള്ള പോലെ അല്ല. പലപ്പോഴും വെപ്രാളം, വിപ്രതി, ബഹളം, സംശയം, കുറ്റം പറിച്ചിട്ട് ഇതെല്ലാം എല്ലായിടത്തും ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ വചനത്തിൻ്റെ ആഴത്തിൽ വിശ്വസിക്കാതെ ചുമ്മാതെ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ ഇടയനായ ദൈവത്തെക്കുറിച്ച് കുറേ വാക്യങ്ങൾ
അന്ന് ഞങ്ങളുടെ കൂടെയുള്ള ഒരു കൊച്ചു പറഞ്ഞു. അത് ഞാൻ നമുക്ക് പ്രയോജനമുള്ളതുകൊണ്ട് അതെന്നെ എടുത്ത് പറയുകയാണ്. 74-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, ദൈവമേ നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞത് എന്ത്? സങ്കടം ചോദിക്കുകയാണ്. നിൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുടെ നേരെ നിൻ്റെ കോപം പുകയുന്നത് എന്ത്? ശരിയല്ലേ? നീ നമ്മളോട് ദേഷ്യപ്പെട്ട് നമ്മുടെ മക്കളോട് ദേഷ്യപ്പെട്ടാൽ അൾട്ടിമേറ്റ്ലി നിനക്ക് തന്നെയല്ലേ. നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ദേഷ്യപ്പെടും? നീ എന്തിനാ ഞങ്ങളോട് കോപിക്കുന്നത്? നമ്മൾ ചോദിക്കുക. അപ്പം നമ്മൾ അടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ്, ദൈവമേ നീ ഞങ്ങളെ അങ്ങ് മറന്നുപോയോ? എന്താണ് ഞങ്ങളുടെ നേരെ നീ എന്തിനാ കോപിക്കുന്നത്? എന്നാൽ 77-20 പറയുന്നത്, മോശയുടെയും അഹ്റോൻ്റെയും കയ്യാൽ നീ നിൻ്റെ ജനത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. എന്നാണ് ഇത്ര സ്നേഹമില്ലാത്ത സ്വാർത്ഥതയുള്ള ദൈവജനം. ഇസ്രായേൽ ജനത മിസ്രൈമിൽ 450 ചിലർ പറയുന്നു, എത്രയാണ് 400 ചില്ലുവാനും വർഷങ്ങൾ അടിമയായിട്ട് ജീവിച്ചെടുത്ത് കർത്താവിൻ്റെ ദൂതനായിട്ട് മോശ ചെന്നവരെ തിരിച്ചു കൊണ്ടുവന്നപ്പം അവർ വഴിക്ക് വെച്ച് പെറുപെറുക്കുകയും ബഹളം വെക്കുകയും ചെയ്തു. എങ്കിലും ദൈവം ആട്ടിൻകൂട്ടത്തെ കൊണ്ട്, മോശയുടെയും അഹ്റോൻ്റെയും കയ്യാൽ നീ നിൻ്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. അവരുടെ ചെരുപ്പുകൾക്ക് തേയ്മാനം വന്നില്ല, വസ്ത്രം അഴുകിപ്പോയില്ല, ഭക്ഷണം കൊടുത്തു. എല്ലാം കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത് പോലെ, ഒരു ഇടയൻ തൻ്റെ ആട്ടിൻകുട്ടികളെ കൊണ്ട് നടക്കുന്നത് പോലെ അവരെ ദൈവം കൊണ്ടു നടന്നു എന്ന് സങ്കീർത്തനം 77-20 പറയുന്നു. 78 സങ്കീർത്തനം 78-52 പറയുന്നു, എന്നാൽ തൻ്റെ ജനത്തെ അവൻ ആടുകളെപ്പോലെ പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി. എന്നാൽ അതായത് ദൈവം മനുഷ്യൻ എന്തെല്ലാം കാണിച്ചാലും അവൻ തൻ്റെ ജനത്തെ എങ്ങനെ നടു? ആടുകൾക്ക് ബുദ്ധിയൊന്നുമില്ല. ഇത്ര ബുദ്ധിയില്ലാത്ത ആടുകൾ വേറെയില്ല. ആടുകൾ വെള്ളത്തിൻ്റെ അടുക്കൽ, ഈ രോമമുള്ള ആടുകളാണെങ്കിൽ ആഴമേറിയ വെള്ളത്തിൽ അതിനെ ഇറക്കാൻ ഒക്കത്തില്ല. അല്പം വെള്ളം കലങ്ങിയാൽ അവർ വെള്ളം കുടിക്കത്തില്ല. ആടുകൾ വരുന്നതിന് അപ്പുറത്തെ സൈഡിൽ പുലിയെ, സിംഹം, കടുവ എല്ലാം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആടുകൾ ഒരു ശകലം പോലും ബുദ്ധിയുള്ളങ്ങളല്ല. ഈ ആടുകൾക്ക് രോമമുള്ളത് വെള്ളത്തിലിറങ്ങിയാൽ ഇത് നല്ല കല്ല് പോലെ വെള്ളത്തിൽ താണുപോകും. അത് തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഈ ആടുകൾ കമന്ന് മലന്ന് വീണാൽ അവർക്ക് തന്നെ തിരിച്ചെടുക്കാനൊക്കത്തില്ല, അവിടെ കിടന്ന് ചത്തുപോത്തേ ഉള്ളൂ. അപ്പോൾ എത്ര ശ്രദ്ധിക്കണം. ഓരോ ആടിൻ്റെയും യാത്രയിൽ ശ്രദ്ധയോടുകൂടെ നോക്കുന്ന ഒരു ഇടയൻ എനിക്കുണ്ട് എങ്കിൽ എന്നെ എൻ്റെ കുടുംബത്തെ അവൻ നോക്കാതിരിക്കും. അവൻ നോക്കും. അവൻ ഇടയനോടാണ് ദാവീദ് ഉപമിച്ചത് എങ്കിൽ അനുഭവ വെളിച്ചത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതെൻ്റെ ജീവിതത്തിലും എനിക്ക് അപ്ലിക്കബിളാണ്. യെശയ്യാ 40-41, ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത്, ചെറിയ ആടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളയാടുകളെ പതുക്കെ നടത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് ചെറിയ ആടുകളെ, വഴക്കൊന്നും പറയത്തില്ല, അതിനെ കയ്യിൽ പൊക്കിക്കൊണ്ട്. ഈ വഴക്കുണ്ടാക്കുന്നതെല്ലാം ചെറുപ്രായത്തിലല്ലേ, യൗവനത്തിലല്ലേ ഇവർ മാറി നടക്കും. അവരെല്ലാം തിരിച്ചു കൊണ്ടിരുന്ന സമയമാണ്. ജെറമയ 23:3, എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും, അവ വർദ്ധിച്ചേ പെരുകും. ഞാൻ വീണ്ടും കൊണ്ടുവരുമെന്ന് ഞാനാ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നു. എഹെസ്കേൽ 34-ലാണ് നല്ല ഇടയനെ അഴുക്കിടയനെ കുറിച്ച് പറയുന്നത്. എഹെസ്കേൽ 34:11-12 പറയുന്നു, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരഞ്ഞു നോക്കും. ഞാൻ നോക്കുമെന്ന്, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരഞ്ഞു നോക്കും. ഒരു ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന തൻ്റെ ആടുകളുടെ ഇടയിലിരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ച് അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ അവരെ വീണ്ടെടുക്കും. ഞാനാ പറയും, ദൈവം പറയാണ്, ഞാൻ തന്നെ ചെയ്യുമെന്ന്. എഹെസ്കേൽ 34:5, ഇടയൻ ഇല്ലായകൊണ്ട് അവ ചിതറിപ്പോയിട്ട് അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായിത്തീർന്നു. നല്ല ഇടയൻ അല്ലെങ്കിൽ കള്ളം വരുമ്പം ആടിനെ ഇട്ടേച്ച് അവൻ ഓടിപ്പോകും.
മൃഗങ്ങൾ വരുമ്പോൾ അവനിട്ട്, എൻ്റെ ദൈവം അത് ചെയ്യൂല. എൻ്റെ മക്കളെ വഴിതെറ്റി നടന്നാലും അവനിട്ടേച്ച് പോകത്തില്ല. എൻ്റെ തലമുറകളെ അവൻ പരിപാലിക്കും, എൻ്റെ കുടുംബത്തെ അവൻ നോക്കും, എൻ്റെ ഭർത്താവിനെ എൻ്റെ ഭാര്യയെ അവൻ ശരിയായിട്ട് കൊണ്ടുവരും. പറയാൻ വചനം പറയുന്നു, ഞാൻ തന്നെ അത് ചെയ്തെടുക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യാണ്. സങ്കീർത്തനം 34:10 ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും ഉറവില്ല. അതായത് ബാലസിംഹങ്ങൾ പോലും അവർക്ക് നല്ല ധൈര്യമല്ല. അവരുടെ സിംഹം, വലിയ സിംഹം അല്ലെങ്കിൽ അപ്പനാകുന്ന സിംഹം, അമ്മയാകുന്ന സിംഹി അതിൻ്റെ ഇരകളെ പിടിച്ചു കൊടുക്കും. പക്ഷെ അവർക്കും ചിലപ്പം ഭക്ഷണം കിട്ടാതിരിക്കും. പക്ഷെ എൻ്റെ ആടുകൾക്ക് ഭക്ഷണം കിട്ടാൻ ഇത് സമൃദ്ധമായിട്ട് തരുന്നു. അതാണ് യോഹന്നാൻ്റെ 10:10 പറയുന്നത്, ദുഷ്ടൻ വരുന്നത് കൊല്ലാനും അറുപ്പാനും മുടിപ്പാനുമാകുമ്പോൾ ഞാൻ വരുന്നത് ജീവൻ തരാൻ, സമൃദ്ധമായ ജീവൻ തരാൻ. എന്താണ് സങ്കീർത്തനം 23 ഇടയൻ നല്ലവനെന്ന് പറയുമ്പം എങ്ങനെയുള്ള ഇടയനാണെന്ന് വേദപുസ്തകത്തിൽ അവിടെ ഇവിടെയെല്ലാം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ വാക്യം കേൾക്കുമ്പോൾ തന്നെ ഒരു വിടുതൽ ഉണ്ടാകുന്നുണ്ട്. ഞാനിത് പല പ്രാവശ്യം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെന്തൊരു വലിയ ശാന്തത എൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആളുകൾക്ക് പ്രയോജനം. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു കേൾപ്പിക്കുന്നത്. യോഹന്നാൻ്റെ 7:37-39 പറയുന്നത് ഉത്സവത്തിൻ്റെ അവസാന നാൾ. നമ്മൾ ഈ വലിയ ബഹളങ്ങളൊക്കെ കളിക്കുന്നത് യേശുവിനകത്ത് കേട്ടുവോ എന്ന് ആർക്കറിയാം. യേശു പറയുന്നത് ആലയത്തിൻ്റെ പുറത്ത് നിന്നിട്ട് യേശു വിളിച്ചു പറയുന്നു, ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ. ആലയത്തിനകത്ത് പണവും പ്രതാപവും പിന്നെ പേരും പെരുമയും വന്ന അകത്ത് യേശു കയറ്റത്തില്ല. ഞാൻ പറയുകയാണ്, അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുകയാണ്. അകത്ത് ആളുകൾ ഇടയൻ കൂടുതൽ അല്ലെങ്കിൽ ആടുകൾ കൂടെ ഉണ്ടെങ്കിൽ അവിടുത്തെ മേളിലിരിക്കുന്ന അധികാരിക്ക് വേറൊരാൾ എന്തെങ്കിലും പറയുന്നത് പിടിക്കത്തില്ല. യേശു വന്ന് പറഞ്ഞാലും പിടിക്കൂല. അങ്ങനെ ഒരു ജനതയാണ്. സംശയമല്ലല്ലേ, പരീക്ഷിച്ച് നോക്ക്. ഉത്സവം നടക്കുമ്പോൾ ആളുകൾ ഒത്തിരി പേരുണ്ടല്ലോ, അവർ നേർച്ചയകത്ത് കൊടുക്കുകയാണല്ലോ. പക്ഷെ അകത്ത് യേശു കയറ്റത്തില്ലല്ലോ. യേശു ആലയത്തിൻ്റെ പുറത്ത് നിന്നിട്ട് വിളിച്ചു പറയുന്നു, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, എന്നിൽ നിന്നും കുടിക്കുന്നവൻ, എന്നിൽ നിന്നും വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവനദി പുറപ്പെടും. അപ്പോൾ ഇടയൻ്റെ അടുക്കൽ തന്നെ വരണം. ഓൾ ദീസ് തിങ്സ്, നമ്മൾ പള്ളി വേണ്ടെന്നല്ല, സഭ വേണ്ടെന്നല്ല ആവശ്യമുണ്ട്. പക്ഷേ ഒക്കെ ക്രിസ്തുവിലേക്ക് പിൻ പോയിൻ്റ് ചെയ്യുന്നതല്ല എങ്കിൽ വി ഹാവ് ലോസ്റ്റ് ദ ടാർഗറ്റ്. നമ്മൾ മറന്നുപോയി അതിൻ്റെ സെൻട്രൽ പോയിൻ്റ്. ക്രിസ്തുവിൽ തന്നെ അത് നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. യേശുവിൽ തന്നെ. അത് എന്തുമാത്രം തടസ്സത്തിന് വരും, അത് അഴിഞ്ഞു പോകട്ടെ നമ്മൾ പറയണം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഇടയനായ ദൈവത്തെക്കുറിച്ച് ദാവീദ് തൻ്റെ അനുഭവത്തിൽ ആടുകളെ നോക്കി പരിചയമുള്ള, ആടുകളുടെ മുമ്പിൽ സിംഹവും കരടിയും വരുമ്പോൾ അതിൻ്റെ വായിൽ നിന്ന് രക്ഷിച്ച ദാവീദാണ് ഇടയൻ്റെ നന്മകൾ പറയുന്നത്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇടയനെക്കുറിച്ച് പറയുമ്പം പിന്നെ ഞങ്ങളെന്തിനാ ഭാരപ്പെടുന്നത്? എൻ്റെ ദൈവമേ, പലപ്പോഴും സ്ത്രീകൾ, അമ്മമാർ മക്കളെക്കുറിച്ചാണ് ഭാരപ്പെടുന്നത്. ചിലർ ഭർത്താവിന്, ചിലർ രോഗത്തെക്കുറിച്ച്, ചിലർ പണത്തിനെക്കുറിച്ച്, പല ഭാരങ്ങൾ കാണും. പക്ഷെ മെയിനായിട്ട് മക്കളെക്കുറിച്ച്. ദൈവമേ, ഞങ്ങളെ ഇത്ര നാൾ പരിപാലിച്ച ഇടയൻ, വിശ്വസ്തയോടെ ഞങ്ങളെ പരിപാലിച്ചവൻ, ഞങ്ങളുടെ തലമുറകളെ പരിപാലിക്കുന്നു. കർത്താവിൻ്റെ വിശ്വസ്തത മാറത്തില്ല. നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന യെശയ്യാ 59:21 പറയുന്നത്, എൻ്റെ വായിൽ ഞാൻ തന്നിരിക്കുന്ന എൻ്റെ വചനം നിൻ്റെ ഉള്ളിലുള്ള എൻ്റെ ആത്മാവ്. ആരുടെ ആത്മാ? ദൈവത്തിൻ്റെ ആത്മാ. എന്നിൽ നിന്ന് നിൻ്റെ വായിൽ, നിൻ്റെ സന്തതിയുടെ വായിൽ നിന്ന്, സന്തതിയുടെ വായിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകത്തില്ലെന്ന് ഈ നല്ല ഇടയൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ രക്തത്താൽ ഞാൻ മുദ്രണം ചെയ്തു. ഈ നല്ല ഇടയൻ എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ക്രൂശ് മരണം ഏറ്റെടുത്താണ്. ആട്ടിടയൻ ആപത്ത് വന്നപ്പോൾ ഇട്ടേച്ചു പോകുന്ന ഇടയനല്ല, എല്ലാം സഹിച്ച് നിന്ന് പൂർത്തിയാക്കി ജോലി ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ രക്തവും പിടിച്ച് നിൽക്കുമ്പോൾ എൻ്റെയും കുടുംബത്തിൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഭാരങ്ങളും പാപങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ച വിശുദ്ധ രക്തം മറുവിലയായിട്ട് നിൽക്കുന്നു. അവിടെ വന്ന് ഉത്തരവുമായിട്ട് തിരിച്ചു വരാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ലോക ജീവിതത്തിൽ ദാവീദ് ഈ ഒരു സങ്കീർത്തനം ആത്മാവിൽ എഴുതിയെങ്കിൽ ഇന്നും അത് ഞങ്ങൾക്ക് പ്രയോജനമുള്ളതാക്കി തരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവം തലമുറകളുടെ മേൽ നിൻ്റെ കൈവച്ച് കഴിഞ്ഞ് പച്ച പുല്ലുകൾ രാവിലെ തോറും കൊടുത്ത് അവരെ ആലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു.
നാഥനത് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. മരുഭൂമി നിൻ്റെ നെഞ്ചോട് ചേർന്ന് ചാരിക്കൊണ്ട് കടന്നു വരുന്നോള് ഇവർ ആര്? അത് തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും കടന്നു വന്നിട്ട് തലമുറയായിട്ട് ഒന്നിച്ചു ചേർന്ന് ദൈവത്തിൻ്റെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും കയറട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.